നമസ്കാരം, ഗുഡ് ഈവനിങ് എല്ലാ പ്രേക്ഷകർക്കും. നമ്മൾ ആരംഭിക്കുന്നു നേരം വൈകുന്നേരം. ഇന്ന് ഈ വൈകുന്നേരം ഒരു ദിവസത്തിൻ്റെ പൊതുവാർത്താ ചിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ചില നാടകീയ നീക്കങ്ങൾ ഇന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിലുണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റു ചില വാർത്തകളുമുണ്ട്. ഇതിൽ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ നീക്കം വളരെ രസകരമാണ്. കാരണം ചെയർമാനെ മറികടക്കുകയാണോ റോഷി അഗസ്റ്റിൻ, മന്ത്രിക്കൊപ്പമാണോ അധികാരം എന്ന് തോന്നിപ്പിക്കും വിധമാണ്. എന്തായാലും അനവസരത്തിൽ അനുചിതമായ ചില നീക്കങ്ങൾ ഒക്കെയാണ് നടക്കുന്നതെന്നാണ് നമുക്ക് പൊതുവിൽ കാണാൻ കഴിയുന്നത്. എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയം, ഇതെന്ത് സംഭവിക്കും, ഇതെവിടെ അവസാനിക്കും, ഇത് നമുക്ക് പരിശോധിക്കാം ഇന്നത്തെ നേരം വൈകുന്നേരത്തിൽ. ഒപ്പം തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശബരിമല വിവാദങ്ങൾ ഒരു പുതിയ തലത്തിൽ ഉണ്ടാകുന്നു എന്നതാണ് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചില വാർത്തകൾ. ഇതിൻ്റെ ഒരു വസ്തുത എന്തെന്ന് പരിശോധനയാണ്. ഒപ്പം തന്നെ ഇതിൽ ഇതുവരെ വന്ന വാർത്തകളിൽ വ്യക്തതക്കുറവ് എവിടെയാണ്, ഒപ്പം തന്നെ അതിൽ കൂടുതൽ വ്യക്തത വേണ്ടത്, വിശദീകരിക്കേണ്ടത് ആര് എന്ന കാര്യം കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടി വരുന്നുണ്ട്. മറ്റൊന്ന് വന്ദേമാതരം വിവാദമാണ്. വന്ദേമാതരം വിവാദം കേരളത്തിലേക്ക് വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൂടി നമുക്കത് പരിശോധിക്കേണ്ടതുണ്ട്. അതിൻ്റെ രാഷ്ട്രീയം പരിശോധിക്കേണ്ടതുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ആരംഭിക്കുന്നു നേരം വൈകുന്നേരം. അതെ, തലക്കെട്ട് സൂചിപ്പിക്കുന്നത് പോലെ മാണി ഗ്രൂപ്പിൽ സംഭവിക്കുന്നത് എന്ത്? വളരെ ആകാംക്ഷയുള്ള, കൗതുകമുള്ള ചില ചർച്ചകളാണ് മാണി ഗ്രൂപ്പിൽ നടക്കുന്നത്. പൊതുവിൽ നമുക്ക് ഈ ചർച്ചകളെ അനവസരത്തിലുള്ള ഒരു അനാവശ്യ തർക്കമെന്ന് വിശേഷിപ്പിക്കാം. കാരണം പൊളിറ്റിക്കൽ പാർട്ടികളിൽ നേതാക്കൾക്കിടയിൽ ഉണ്ടാകുന്ന ബലാബലങ്ങളൊക്കെ പതിവാണ്. ഒരു പാർട്ടിയിൽ തന്നെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, കേരളം കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസുകളിൽ നമ്മൾ മുമ്പും പലതവണ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതുക്കൽ ഇത്തരമൊരു ആശയക്കുഴപ്പം എങ്ങനെ ഉണ്ടാവുന്നു എന്ന ചോദ്യമാണ്. ഇത് മാധ്യമങ്ങളുടെ വ്യാഖ്യാനമായിരുന്നു എന്ന് ഇതുവരെ വേണമെങ്കിൽ അവർക്ക് ന്യായീകരിക്കാമായിരുന്നു. പക്ഷേ ഇന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ നടത്തിയ ചില വാക്കുകൾ, ചില പ്രയോഗങ്ങളൊക്കെ അതങ്ങനെയല്ല, അതിന് വലിയ ഗ്രാവിറ്റി ഉണ്ട് എന്ന സൂചന കൂടി നൽകുന്നുണ്ട്. നമുക്കിതിൻ്റെ സാഹചര്യങ്ങൾ പല അർത്ഥത്തിൽ വിലയിരുത്തേണ്ടതുണ്ട്. ആദ്യം തന്നെ നോക്കാം എന്താണ് ഈ തർക്കം എന്ന കാര്യം. നമുക്കറിയാം, ഒരു വാർത്താ സമ്മേളനത്തിനിടയിൽ, അതായത് ഇടതുമുന്നണി നടത്തുന്ന യാത്രക്കിടയിലെ വാർത്താ സമ്മേളനത്തിനിടയിലാണ് പാലയിൽ ജോസ് കെ മാണി മത്സരിക്കുമെന്ന് ജോസ് കെ മാണിയുടെ കൈവശമുണ്ടായിരുന്ന മൈക്ക് മേടിച്ചു പിടിച്ച് തട്ടിപ്പറിച്ചെന്നാണ് പിന്നീട് അത് പറഞ്ഞത്. അങ്ങനെ മേടിച്ചെടുത്ത് റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണി മത്സരിക്കും, പാലയിൽ തന്നെ മത്സരിക്കും എന്ന കാര്യം പ്രഖ്യാപിച്ചത്. പക്ഷേ ഇത് അത്ര ഇഷ്ടപ്പെട്ടില്ല ജോസ് കെ മാണിക്ക്. അദ്ദേഹം പിന്നീട് അത് തിരുത്തി. KC മുതൽ, അതായത് കേരള കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി തലം മുതൽ പ്രവർത്തിച്ചു വന്ന ഒരു ആവേശമുണ്ട്. ആ യുവത്വത്തിൻ്റെ ആവേശത്തിലാണ് അദ്ദേഹം അങ്ങനെ ഒരു പ്രയോഗം നടത്തിയത്. താൻ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഇതാണ് ജോസ് കെ മാണി പിന്നീട് എടുത്ത ന്യായം. പക്ഷേ ഇന്ന് വീണ്ടും റോഷി അഗസ്റ്റിൻ ഇതിൽ വെടിപൊട്ടിക്കുകയാണ്. അദ്ദേഹം പറയുന്നു ജോസ് കെ മാണി മത്സരിക്കും, തർക്കമില്ല കാര്യത്തിൽ, അത് പാലായിൽ തന്നെ ആയിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ നേതൃത്വപരമായ ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്താണ് ഇന്ന് റോഷി അഗസ്റ്റിൻ പറഞ്ഞ എന്ന കാര്യം കൂടി നമുക്ക് നോക്കാം. ഒന്ന്, ജോസ് കെ മാണി പാലയിൽ തന്നെ മത്സരിക്കും. ഏത് പാർട്ടിക്കും വേണ്ടത് ഉറച്ച നേതൃത്വമാണ്. മികച്ച നേതൃത്വമുണ്ടെങ്കിലേ ജനങ്ങൾ കൂടെ നിൽക്കൂ. ഒപ്പം ചോരത്തിളപ്പിൽ താൻ പറഞ്ഞതല്ല കാര്യങ്ങൾ, KM മാണിക്കൊപ്പം പ്രവർത്തിച്ചു പരിചയ പാരമ്പര്യം തനിക്കുണ്ട്. ഇതാണ് ഇന്ന് റോഷി അഗസ്റ്റിൻ പറഞ്ഞ കാര്യം. എന്തിനദ്ദേഹം ഈ ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഇത്തരം ചില പ്രയോഗങ്ങൾ നടത്തി എന്ന കാര്യവും അതിൻ്റെ രാഷ്ട്രീയം കൂടി നമുക്ക് ആദ്യം പരിശോധിക്കേണ്ടി വരുന്നത്. കാരണം ഇത് സ്വാഭാവികമായി ഉണ്ടായ ചില വാക്കുകളാണോ, അതിനപ്പുറം അതിന് ചില വികാരങ്ങളുണ്ടോ എന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും ഇന്ന് വീണ്ടും ജോസ് കെ മാണി ആവർത്തിക്കുകയാണ് താൻ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്ന്. മാത്രമല്ല, സിറ്റിംഗ് MLA മാർ പോലും എല്ലാവരും മത്സരിക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടായിട്ടില്ല. അത് പാർട്ടി തീരുമാനിക്കുമെന്നതാണ്. നമുക്കറിയാം, രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഔദ്യോഗികമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട് ആണ് പറയുന്നത്. പക്ഷേ കേരള കോൺഗ്രസ് പോലെയുള്ള പാർട്ടികളിൽ ആരൊക്കെ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഒരു പ്രഡിക്ഷൻസ് ഉണ്ടാകും. അത് സ്വാഭാവികമായും അതങ്ങ് ഏറ്റെടുത്ത് പറയുകയാണ്. എന്നാൽ ഞങ്ങൾ ഔദ്യോഗികമായി പിന്നീട് പ്രഖ്യാപിക്കും, ഇങ്ങനെ പറയുകയാണ് നമ്മൾ കണ്ടുവരുന്ന ഒരു പതിവ്. പക്ഷേ അത് മറികടന്നുകൊണ്ട് ജോസ് കെ മാണി ഒരു ഔദ്യോഗിക പരിവേഷം അതിന് നൽകുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ അത് റോഷിക്കിട്ടുള്ള ഒരു പണിയാണോ എന്ന സ്വാഭാവികമായ ചോദ്യം ഉയരുകയാണ്. നമുക്ക് ആദ്യം ഈ വാർത്തയുടെ വിശദാംശത്തിലേക്ക് വരുമ്പോൾ ആദ്യം എങ്ങനെയാണ് ഈ തർക്കം ഉണ്ടാവുന്നത്, അതല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ നാടകീയത ഉണ്ടാവുന്നത്, രൂപപ്പെടുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ആ ഒരു വാർത്താ സമ്മേളനത്തിനിടയിൽ റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണിയുടെ കൈവശം ഇരിക്കുന്ന മൈക്ക് വാങ്ങിപ്പിടിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് ആദ്യം അതൊന്ന് കാണാം. അത് പാർട്ടി തീരുമാനിക്കും.
ആര് മത്സരിക്കണം, പാർട്ടിക്കകത്ത് ആര് മത്സരിക്കണം എന്ന് പാർട്ടി തീരുമാനിക്കും. അതനുസരിച്ച് മുന്നോട്ട് പോകും. ഇനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും ചോദിച്ചു ഒരു കുഴപ്പമില്ല. പാർട്ടി തീരുമാനിക്കും. അതൊക്കെ പാർട്ടിയുടെ തീരുമാനങ്ങൾ ആ സമയത്ത് പ്രവർത്തിക്കും എന്ന് മാത്രമേ ഉള്ളൂ. സജ്ജമായി രംഗത്ത് വരും, സജീവമായി നേരിടും. നല്ല വിജയം എല്ലാ മേഖലയിലും ഉണ്ടാവും. ആലോചന വരും. ഇങ്ങനെയാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ. അപ്പോൾ ഈ ഒരു തർക്കത്തിൻ്റെ രാഷ്ട്രീയം എന്താ എന്ന സ്വാഭാവികമായ ചോദ്യം ഉയർന്നു വരും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമാണ് ഈ നാടകീയ നീക്കം ഉണ്ടായത്. അതിനുശേഷം പിന്നീട് ജോസ് കെ മാണി പറഞ്ഞ ചില പ്രയോഗം എന്തായിരുന്നറിയോ? ജോസ് കെ മാണി പറഞ്ഞത്, ഇതൊരു യുവത്വത്തിൻ്റെ തിളപ്പ് പ്രസരിപ്പ് ഇപ്പോഴുമുള്ള ആളാണ് റോഷി അഗസ്റ്റിൻ. അദ്ദേഹം അതിൻ്റെ ആവേശത്തിൽ പറഞ്ഞതാണ്, അതിനപ്പുറത്തേക്ക് അതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറയുന്നയാളാണ് റോഷി അഗസ്റ്റിൻ. ഇതൊക്കെയാണ് ജോസ് കെ മാണി പറഞ്ഞത്. പക്ഷേ ഇന്ന് അതിനോട് അത്ര ചേർന്ന് പോകുന്ന പ്രതികരണമല്ല റോഷി അഗസ്റ്റിൻ നടത്തിയത്. അദ്ദേഹം പറയുന്നത് അല്പം കൂടെ വ്യക്തതയില്ല കാര്യങ്ങളാണ് എന്ന് മാത്രമല്ല, ഒരു പാർട്ടിയുടെ നേതൃത്വം എങ്ങനെ ആവണം എന്ന ചില ഓർമ്മപ്പെടുത്തൽ കൂടി റോഷി അഗസ്റ്റിൻ ഇന്ന് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ രാഷ്ട്രീയം എന്ത്, അതാണ് നമുക്ക് പരിശോധിക്കേണ്ടി വരുന്നത്. കേൾക്കാം ഇന്നത്തെ റോഷിയുടെ ആ വാക്ക്. ഞങ്ങളുടെ കേരളം മത്സരിക്കും. ഒരു പാർട്ടിക്ക് എന്താ ആവശ്യം? പാർട്ടിക്ക് വേണ്ടത് പാർട്ടിയുടെ ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പ് ഏബിൾ ആണെന്ന് കണ്ടാലല്ലേ ജനങ്ങൾ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഞങ്ങളെന്താ പിന്നെ അങ്ങ് വാർണിക്കുക? കേരളം പാർട്ടിയുടെ ചെയർമാൻ അത് ലീഡർഷിപ്പ് തന്നെ ഉണ്ടാവും, മത്സരിക്കും എന്ന് പറയുന്നതാണ് കോൺഫിഡൻസ്. അത് ഞങ്ങളുടെ ജനങ്ങളുടെ അംഗീകാരം. ഇതാണ് ആ വാക്കുകൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, റോഷി പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് കൂട്ടി വായിക്കേണ്ടി വരും. അത് നിലവിലുള്ള കേരള കോൺഗ്രസിൻ്റെ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് കൂടി. നമുക്കിതിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, കേരള കോൺഗ്രസിൽ എപ്പോഴും അധികാരത്തിനൊപ്പം ആളുകൾ കൂടുന്നു എന്നതാണ് അവരെക്കുറിച്ച് പറയുന്ന ഒരു ആക്ഷേപം. അപ്പോൾ ഈ തവണ അവർ ഇടതുമുന്നണിയിലേക്ക് ഒപ്പമെത്തി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ജോസ് കെ മാണിയും മത്സരിച്ചു, റോഷി അഗസ്റ്റിനും മത്സരിച്ചു. പക്ഷേ നിയമസഭയിലേക്ക് വിജയിച്ചത് റോഷി അഗസ്റ്റിനാണ്. ജോസ് കെ മാണി പരാജയപ്പെട്ടു. സ്വാഭാവികമാണ്, ജോസ് കെ മാണി വിജയിച്ചിരുന്നെങ്കിൽ അദ്ദേഹം മന്ത്രിയായേനെ. ജോസ് കെ മാണിക്ക് പകരം മന്ത്രിസ്ഥാനത്തേക്ക് വന്ന അതോടുകൂടി റോഷി അഗസ്റ്റിനാണ്. അതായത് കെ എം മാണിയുടെ പാരമ്പര്യം പേറുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ പുതിയ മുന്നണി പ്രവേശനത്തിൻ്റെ മന്ത്രിസഭാ പ്രതിനിധിയായി വരുന്നത് റോഷി അഗസ്റ്റിനാണ്. അദ്ദേഹം ആ 3-ാം നമ്പർ കാറിൽ കെ എം മാണിയുടെ വീട്ടിലേക്ക് വരുന്ന ഒരു വരവൊക്കെയുണ്ട്. അതായത് തങ്ങളുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനം എടുത്ത ശേഷവും ഞങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജോസ് കെ മാണി ആ വീട്ടിലുണ്ടായിരുന്നു. അന്ന് തന്നെ പത്രക്കാർ അതോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇനി അധികാരം റോഷി അഗസ്റ്റിനൊപ്പം പോകുമോ എന്നൊരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ആ രണ്ട് സാധ്യതകളും റോഷി അഗസ്റ്റിനും തള്ളി, ജോസ് കെ മാണിയും നൽകി. കാരണം താൻ ഇന്നും പാർട്ടിക്ക് വിധേയനാണ്, ചെയർമാനാണ് തൻ്റെ നേതാവ് എന്നതൊക്കെയാണ് റോഷി അഗസ്റ്റിൻ എന്ന് പറഞ്ഞ കാര്യം. പക്ഷേ കേരള കോൺഗ്രസിൻ്റെ പൊതുവായ ഒരു പാരമ്പര്യം അത് പവറിനൊപ്പം ആൾ നിൽക്കുന്നു എന്നതാണ്. ഇപ്പോൾ പവർ തൽക്കാലം റോഷി അഗസ്റ്റിനൊപ്പമാണ്. കാരണം അദ്ദേഹം മന്ത്രിസഭാംഗമാണ്, അദ്ദേഹത്തിന് അധികാരമുണ്ട്. സ്വാഭാവികമായും അധികാരത്തിനൊപ്പം അണികളും കൂടി ചേരുമ്പോൾ അതിനുള്ള ഒരു തന്മയത്വം റോഷി അഗസ്റ്റിൻ കൂടി കാട്ടുമ്പോൾ അത് സ്വാഭാവികമായ ഒരു കൈമാറ്റത്തിലേക്ക് പോകുമോ എന്ന കാര്യം കൂടിയുണ്ട്. ഒരു കാര്യം കൂടി നമുക്ക് ഇക്കാര്യത്തിൽ കൂട്ടി വായിക്കപ്പെടണം. മറ്റൊന്നുമല്ല, ഈ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസിൻ്റെ പേര് അടുത്തിടെ ചർച്ച ചെയ്ത ഒരു സാഹചര്യം, അതിൽ ജോസ് കെ മാണി ചില നിഗൂഢമായ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു സംശയം അവശേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയ കേന്ദ്രങ്ങളൊക്കെ തന്നെ അത്തരം കാര്യങ്ങളുണ്ട്. മാണി സി കാപ്പനെ പോലെ ജോസ് കെ മാണിയുടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വെല്ലുവിളി ഉയർത്തേണ്ട മാണി സി കാപ്പനൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, UDF നേതാക്കളെ, കോൺഗ്രസ് നേതാക്കളെ കണ്ടിട്ടില്ല എന്ന് ധൈര്യപൂർവ്വം പറയാൻ വെല്ലുവിളിക്കുകയാണ് ജോസ് കെ മാണിയെ. അപ്പോൾ എന്തോ ഒരു നിഗൂഢത അതിൻ്റെ അകത്തുണ്ട് എന്ന കാര്യമാണ്. നമുക്കറിയാം, ആ നാടകീയ നീക്കമൊക്കെ നടങ്ങിയപ്പോൾ റോഷി അഗസ്റ്റിൻ താൻ ഇടതുമുന്നണിക്കൊപ്പം എന്ന് പരസ്യമായ നിലപാട് പറയാൻ ശ്രമിച്ച ആളുകൂടിയാണ്. അപ്പോൾ അക്കാര്യത്തിൽ ഒരു ആശയവിനിമയം, ഒരു ആശയതർക്കം ഇരു നേതാക്കൾക്കിടയിലും നിലനിൽപ്പുണ്ടാവണം. ആ നിൽക്കുന്നതിൻ്റെ പ്രതികരണമാണോ, അതിൻ്റെ തുടർച്ചയാണോ ഇപ്പോൾ പുറത്തു വരുന്നത് എന്ന ചോദ്യമാണ്. ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ നേതാക്കൾക്കിടയിലെ ഈ ആശയക്കുഴപ്പം വരുന്നത് ശരിയോ എന്ന സ്വാഭാവിക ചോദ്യമുണ്ടാവും. അപ്പോൾ കേരള കോൺഗ്രസിൻ്റെ ചരിത്രം അറിയാവുന്ന ആർക്കും ഇത്തരം തർക്കങ്ങളാണ് ഒന്നിച്ചു പോകുന്ന നേതാക്കളെയും ഇരു ചേരിയിലാക്കാറുള്ളത് എന്നത് പാരമ്പര്യം. അങ്ങനെയെങ്കിൽ മാണി ഗ്രൂപ്പിലും ഈ ഒരു ഭിന്നതയാണോ വരുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ അതങ്ങനെയൊന്നുമല്ല, സ്വാഭാവികമായ പ്രതികരണം എന്ന തോന്നൽ ഉളവാക്കി മുന്നോട്ട് പോയെങ്കിലും പക്ഷേ ഇന്ന് റോഷി അഗസ്റ്റിൻ പറഞ്ഞ കാര്യങ്ങളിൽ ചില സൂചനകളുണ്ട്. ആ സൂചനകളിൽ പ്രധാനം ഈ നേതൃപാടവത്തിൻ്റെ ആവശ്യകത അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത് എന്തുകൊണ്ട്? ആ ചോദ്യം പ്രധാനപ്പെട്ടതാണ്. കാരണം ജനങ്ങൾ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത്തരമൊരു കാലിബർ കാട്ടേണ്ടി വരുന്നു എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഇത് ആർക്കുള്ള മുന്നറിയിപ്പാണ്? ആ ചോദ്യമാണ് പ്രസക്തമാവുന്നത്. ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ
സ്വാഭാവികമായും അത് ചോദ്യമുണ്ട്. താൻ മത്സരിക്കുന്നു എന്ന കാര്യം, അല്ലെ മത്സരിക്കാൻ പോകുന്നു എന്ന കാര്യം തുറന്നു പറയാൻ എന്തിന് ജോസ് കെ മാണി മടി കാട്ടണം എന്ന സംശയം സ്വാഭാവികമായും ഉണ്ടാവും. ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്, അങ്ങനെയുള്ള ചില ന്യായീകരണങ്ങളൊക്കെ കണ്ടെത്താം. പക്ഷേ റോഷി അങ്ങനെ പറഞ്ഞാൽ ഞാനും ഉണ്ടാകും എന്ന സ്വാഭാവിക ന്യായമൊക്കെ എടുത്ത് ഇതിനെ ന്യായീകരിച്ച് മുന്നോട്ട് പോകാനല്ലേ ജോസ് കെ മാണി ശ്രമിക്കേണ്ടത്? അതല്ലെങ്കിൽ പുറമേക്ക് മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തയ്ക്ക് എന്ന രീതിയിൽ ഇവർക്കിടയിൽ വലിയ തർക്കമുണ്ട് എന്ന സൂചന നമുക്ക് തള്ളിക്കൊളഞ്ഞുകൂടാ. എന്തായാലും കടുത്ത സസ്പെൻസ് ഇപ്പോഴും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ അവശേഷിക്കുന്നുണ്ട്. അതിൻ്റെ അവസാനം എന്ത് എന്നതിൻ്റെ ഒരു കാത്തിരിപ്പാണ് നമുക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നത്. ചുരുക്കത്തിൽ നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ പറയേണ്ടി വരുന്ന ഇതാണ്: കേരള കോൺഗ്രസിൻ്റെ പാരമ്പര്യമനുസരിച്ച് നേതാക്കൾക്കിടയിലെ ഒരു ഭിന്നതയുടെ മണമടിക്കുന്നു കേരള കോൺഗ്രസ് എമ്മിൽ നടക്കുന്ന പുതിയ നീക്കങ്ങൾ. റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിക്കുമിടയിൽ ചില അകലം വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായോ? അതിൻ്റെ ചില തുറന്നു പറച്ചിലുകളാണോ ഈ സംഭവിക്കുന്നത്? അതല്ല, ഇതൊന്നുമല്ല, ഇതെല്ലാം വ്യാഖ്യാനമാണ് എന്ന അവരുടെ വാദത്തിൽ കഴമ്പുണ്ടോ? ഈ ചോദ്യം പ്രസക്തമാണ്. ഒരു കാര്യം ഉറപ്പാണ്, അത് നമുക്ക് ഉറപ്പിക്കുകയും ചെയ്യാം. റോഷി അഗസ്റ്റിൻ ഇന്ന് പറഞ്ഞതിൽ ചില സൂചനകളുണ്ട്. ഒരു പക്ഷേ അത് നേതൃത്വത്തിനുള്ള അല്ലെങ്കിൽ ചെയർമാനുള്ള ജോസ് കെ മാണിക്കുള്ള മുന്നറിയിപ്പാവാം. ചില ആംബിയർ, ചില കാര്യങ്ങൾ പരസ്യമായി പറയേണ്ടി വരും. പാലയിൽ ഞാനുണ്ട് മത്സരിക്കാൻ എന്ന് തുറന്നു പറയാൻ എന്തിനാണ് ജോസ് കെ മാണി മടി കാട്ടേണ്ടത് എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ആ ചോദ്യത്തിന് സ്വാഭാവികമായും പ്രസക്തിയുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, കേരള കോൺഗ്രസ് പാർട്ടികൾ പൊതുവിൽ വലിയ വെല്ലുവിളി നേടുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആരാണ് വലിയ കേരള കോൺഗ്രസ് എന്ന തർക്കം മാണി വിഭാഗത്തിലും ജോസഫ് വിഭാഗത്തിലും നിലവിലുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ജോസഫ് വിഭാഗമാണ് കരുത്തിയത് കാട്ടിയത്. അതുകൊണ്ട് മുന്നണി മാറ്റമുണ്ടാവണം, അങ്ങനെയുള്ള തർക്കങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് മാണി ഗ്രൂപ്പിൽ തന്നെ ഇത്തരം ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുന്നത്. ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഈ ആശയക്കുഴപ്പത്തിന് പിന്നിൽ ചില ദുസ്സൂചനകളുണ്ട്, കരുതിയിരിക്കേണ്ടതുണ്ട്, അണികൾക്കുള്ള ജാഗ്രതപ്പെടുത്തലുണ്ട്. എന്തും സംഭവിക്കാമെന്ന രാഷ്ട്രീയ സാഹചര്യം കാണാതിരുന്നുകൂടാ, എന്തും സംഭവിക്കാമെന്ന വസ്തുത കൂടിയാണുള്ളത്. എന്തായാലും നമുക്ക് ഇന്ന് റോഷി പറഞ്ഞതിന് ശേഷമുള്ള ജോസ് കെ മാണിയുടെ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കേണ്ടതുണ്ട്. അദ്ദേഹം ഇന്ന് പൂർണ്ണമായും തള്ളുകയാണ്, താൻ മത്സരിക്കുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഇപ്പോൾ ഇരിക്കുന്ന MLA-മാർ പോലും അവർ തന്നെയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഉൾപ്പെടെ ഇപ്പോൾ മത്സരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതെല്ലാം നമ്മൾ പാർട്ടി ഇത് ചർച്ചയ്ക്ക് ശേഷം പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും. അതാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ് അവസാനിപ്പിക്കൽ ഒരു വ്യക്തതക്കുറവ് അതിൻ്റെ അകത്തുണ്ട്. കേരള ഇടതുപക്ഷത്തിൻ്റെ മധ്യമേഖല ജാഥ നയിച്ചു പോവുകയാണ് ജോസ് കെ മാണി. ഇടുക്കി ജില്ലയിലൂടെ അതിൻ്റെ അവസാന ഘട്ടത്തിലൂടെയാണ് യാത്ര പുരോഗമിക്കുന്നത്. അതിനിടയിലാണ് ഈ വിവാദം ഉണ്ടാവുന്നത്. അതായത് റോഷി അഗസ്റ്റിൻ്റെ സ്വന്തം ജില്ലയിൽ തന്നെയാണ് ഈ വിവാദങ്ങൾ നടക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. സ്വാഭാവികമായും അതിൻ്റെ പ്രതികരണങ്ങൾ ഉണ്ടാവാം. ഒരുപക്ഷേ മുന്നണിയിലെ മറ്റ് കക്ഷി നേതാക്കൾ കൂടി ഇതിൽ ഇടപെടുമോ എന്നതും കൂടി കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഒടുവിൽ ഈ സസ്പെൻസിനല്ല, ഒടുവിൽ ജോസ് കെ മാണി പാലയിൽ തന്നെ മത്സരിക്കുന്നു എന്ന രാഷ്ട്രീയ സാഹചര്യമായിരിക്കാം ഒരുപക്ഷെ മുന്നോട്ട് വരാനിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം കൗതുകത്തോടെ എന്താണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ. യെസ്, നമ്മൾ പോകുന്നത് വന്ദേ മാതരവും നിയമസഭാ തെരഞ്ഞെടുപ്പും. എന്താണ് ഈ വന്ദേ മാതരവും നിയമസഭാ തെരഞ്ഞെടുപ്പും തമ്മിൽ ബന്ധം? ഒറ്റനോട്ടത്തിൽ ഒന്നും തോന്നില്ല. ഇന്നലെ 2 ദിവസം മുമ്പാണ് വന്ദേ മാതര വിവാദങ്ങൾ നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വരുന്നത്. അതൊരു ദേശീയ വിഷയമാണ്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഇറക്കിയ ഉത്തരവ് എല്ലാ സംസ്ഥാനങ്ങൾക്കും പൊതുവിൽ ബാധകമാണ്. പക്ഷേ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ അതിനല്പം മൂർച്ച കൂടുന്നുണ്ട് എന്നതാണ് നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം. എന്താണത്? നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന പശ്ചാത്തലമാണുള്ളത്. ഒരുപക്ഷേ കേരളത്തിനൊപ്പം ബംഗാളിലൊക്കെ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. കേരളത്തിൽ ഇതിൻ്റെ പശ്ചാത്തലം ഒരുങ്ങുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിർദ്ദേശത്തിനെതിരെ മുസ്ലിം സംഘടനകളിൽ നിന്നും ചില നീക്കങ്ങൾ ഉണ്ടായി എന്നതുകൊണ്ടാണ്. അതായത് മതസ്വാതന്ത്ര്യത്തെ ഖനിക്കുന്നു ഈ നീക്കം എന്ന ആക്ഷേപമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഈ മതസ്വാതന്ത്ര്യം ഖനിക്കപ്പെടുന്ന ഈ തീരുമാനം, ഈ നീക്കം, വന്ദേ മാതരത്തെ അവർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ നിരോധിതമായ അല്ലെങ്കിൽ മുമ്പ് ഉപയോഗിച്ചിരുന്ന ചില ഭാഗങ്ങൾ ഇനി നിർബന്ധമായും ഉപയോഗിക്കണമെന്ന ആ ഉത്തരവിലെ ഭാഗമാണ് അവരെ എതിർപ്പിക്കുന്ന കാര്യം. അതായത് അത് തങ്ങളുടെ മതസ്വാതന്ത്ര്യത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഏക ദൈവവിശ്വാസികളായ ഞങ്ങൾക്ക് മുന്നിൽ ഒരു വെല്ലുവിളി ഉയർത്തുന്നതാണ് ഈ നീക്കം എന്നതാണ്. മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലാണ് ഇതൊരു ചർച്ചയായിരിക്കുന്നത്. ചില മതനേതാക്കൾ, സത്താർ പന്തല്ലൂർ പോലെയുള്ളവരുണ്ട്, സമസ്ത എന്ന സംഘടനയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൻ്റെ ലേഖനത്തിലുണ്ട്. ഇവരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നു
ഇതിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന കാര്യം. ബംഗാളിൻ്റെ രാഷ്ട്രീയമാണ് ഇതിൽ പ്രധാനമായിരിക്കുന്ന കാര്യമാണ് അവർ പറയുന്നത്. പക്ഷേ അതിൽ ഒതുങ്ങുന്നില്ല. ഇതൊരു ദേശീയ വിഷയം മാത്രമല്ല. കേരളത്തിൻ്റെ പെർസ്പെക്റ്റീവിലേക്ക് വരുമ്പോൾ ഈ വന്ദേമാതര വിവാദം എങ്ങനെയൊക്കെ വെല്ലുവിളി ഉണ്ടാക്കും എന്ന കാര്യം നമുക്ക് നോക്കേണ്ടി വരുന്നുണ്ട്. കാരണം വന്ദേമാതര വിഷയം കേരളത്തിൻ്റെ രംഗത്തേക്ക് വരുമ്പോൾ നമ്മൾ മുമ്പ് കേരളത്തിൽ കണ്ടിട്ടുള്ളതാണ് ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. എന്താണ് വിവാദമുണ്ടായത്? ഗവർണറുടെ പരിപാടികളിൽ ഭാരതാംബയുടെ ആ ചിത്രം പ്രദർശിപ്പിക്കണം എന്ന ആവശ്യം അന്ന് രാജ്ഭവൻ, പഴയ രാജ്ഭവൻ, ഇപ്പോഴത്തെ ലോക് ഭവൻ മുന്നോട്ട് വയ്ക്കുന്നു. ഗവർണറുടെ ഓഫീസ് മുന്നോട്ട് വയ്ക്കുന്നു. സംസ്ഥാന സർക്കാർ അത് അംഗീകരിക്കുന്നില്ല. മന്ത്രിമാർ ഈ ചിത്രമുള്ള പരിപാടികളിൽ പങ്കെടുക്കാതിരിക്കുന്നു. ഒരു വലിയ ഏറ്റുമുട്ടലായി പോകുന്നു. തൽക്കാലം ആ വെടിനിർത്തൽ ഉണ്ടാവുന്നു. അങ്ങനെ അത് മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിലാണ് ഒരു കേന്ദ്ര നിർദ്ദേശം ഉണ്ടാവുന്നത്. സ്വാഭാവികമായി സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടികളിൽ ഗവർണർ പങ്കെടുക്കുമ്പോൾ വന്ദേമാതര ഗാനം ആലപിക്കും. ഈ നിരോധിത ഭാഗങ്ങൾ, മുമ്പ് ഉപയോഗിക്കാത്ത ഭാഗങ്ങളൊക്കെ അവിടെ ആലപിക്കുകയും ചെയ്യും. അതിനോട് സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്ന ചോദ്യം കൂടിയാണ്. ഇതിൽ സർക്കാർ എന്തായാലും ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. കാരണം അതിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ആ ഒരു ജാഗ്രത കാട്ടലാവാം ഒരുപക്ഷെ അവരിൽ നിന്നും ഉണ്ടാവുന്നത്. എന്തായാലും മുസ്ലിം സംഘടനകൾ ഈ വിഷയത്തിൽ തങ്ങളുടെ മതസ്വാതന്ത്ര്യത്തെ ഖനിക്കപ്പെടുന്നതാണ് ഈ നീക്കം. അതിലൊരു അജണ്ടയുണ്ട്. RSS കഴിഞ്ഞ് 100 വർഷമായി ദേശീയ തലത്തിൽ ഉന്നയിക്കുന്ന ഒരു ആവശ്യത്തിനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പരിഹാരം നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ അജണ്ടയ്ക്ക് ഞങ്ങൾ നിന്ന് തരില്ല എന്ന നിലപാട് അവർ എടുക്കുകയാണ്. അങ്ങനെയെങ്കിലും അതൊരു ഏറ്റുമുട്ടലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് പ്രധാനമായും സുപ്രഭാതത്തിൻ്റെ ലേഖനത്തിലും മറ്റും അത് പ്രകടമായി വരികയും ചെയ്തിട്ടുണ്ട്. നമുക്ക് സുപ്രഭാതത്തിൻ്റെ ലേഖനത്തിലെ വരികൾ തന്നെ തങ്ങളുടെ മതസ്വാതന്ത്ര്യത്തെ ഖനിക്കപ്പെടുന്നതാണ് എന്നൊരു വിഭാഗം വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും ഉണ്ടാവുന്നത്. ഇപ്പോൾ ഈ നീക്കം ഉണ്ടാവുന്നതിന് പിന്നിൽ അജണ്ട ഉണ്ടാവുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്. പ്രത്യേകിച്ച് ബംഗാളിൽ ദുർഗാദേവിയെ ഏറ്റവും പ്രധാനമായും പൂജിക്കുന്ന ബംഗാളിന് മുന്നിലേക്ക് ഇത്തരമൊരു നീക്കം നടത്തുന്നതിലൂടെ കൂടി ബംഗാളിലെ BJPയുടെ രാഷ്ട്രീയ അജണ്ടയാണ് വരുന്നത് എന്ന വാദമൊക്കെയുണ്ട്. കേരളത്തിലേക്ക് വരുമ്പോൾ സംഭവിക്കുക ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ. നേരത്തെ നമുക്കറിയാം, ന്യൂനപക്ഷങ്ങൾക്ക് അവർക്ക് വെല്ലുവിളി ഉണ്ടാക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അത് പൊതുവിൽ പല വിഷയങ്ങളിലുമുണ്ട്. BJP സർക്കാരിനെതിരെ അത് ഉണ്ടാവാറുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കൺസോൾട്ടേഷന് സാധ്യത ഉണ്ടാക്കുന്ന മറ്റൊരു വിഷയം കൂടിയായി ഇത് മാറുന്നു എന്നതാണ് സാഹചര്യം. മലബാറിലൊക്കെ ഒരുപക്ഷെ അതിൻ്റെ പ്രകടനം വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കാം. ഇപ്പോൾ സമസ്തയുടെ ഒരു യോഗം തന്നെ ഇന്ന് വൈകിട്ട് നാളെ കോട്ടയ്ക്കൽ ചേരുന്നുണ്ട്. സ്വാഭാവികമായും അവിടെയും ഇത്തരം ചില രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ നമുക്ക് പ്രസക്തമായി ഉണ്ടാവുകയും ചെയ്യാം. ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എന്ന കാര്യം കൂടിയാണ് നമുക്ക് നോക്കേണ്ടത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് ഇന്ന് ആ ചോദ്യമുണ്ടായി. അദ്ദേഹം ഇതിനോട് പ്രതികരിച്ചു. ഇത് വർഗീയ ചേരിതിരിവുണ്ടാക്കാനുള്ള ബോധപൂർവമായൊരു നീക്കമാണ് ഉണ്ടാവുന്നത് എന്ന വാദമാണ് MV ഗോവിന്ദൻ മുന്നോട്ട് വെക്കുന്നത്. MV ഗോവിന്ദന്റെ വാക്കുകളൊന്നും കേൾക്കാം. വർഗീയ ധ്രുവീകരണത്തിന്റെ ഭാഗം തന്നെയാണത്. വർഗീയ ധ്രുവീകരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ കാൽവെപ്പാണ്. നമ്മളെല്ലാവരും ഇന്ത്യയിലെ മുഴുവൻ ആളുകളും ജനഗണമന പാടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് അതിനെ 2ാം സ്ഥാനത്ത് നിർത്തിയിട്ട് വന്ദേ ഭാരതം പാടണം എന്നുള്ള രീതിയിൽ പറയുന്നതിൻ്റെ പിന്നിലുള്ള വികാരം വർഗീയതയാണ്. വർഗീയമായ ചേരിതിരിക്കാനുള്ള ബോധപൂർവമായ ഇടപെടലാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അതായത് വർഗീയ ചേരിതിരിവുണ്ടാക്കാനുള്ള ബോധപൂർവമായ ഒരു നീക്കമാണ് സംഭവിക്കുന്നത്. ആ നീക്കത്തിന് തങ്ങൾ നിന്നു കൊടുക്കില്ല എന്ന വാദം ഉന്നയിക്കുകയാണ് ഇടതുപക്ഷം. ഇതേ ചോദ്യം കോൺഗ്രസിനോടും ഉണ്ടായി. കാരണം ദേശീയ തലത്തിൽ ഇതിൽ ഏറ്റവും അധികം ബാധിക്കപ്പെടുക ഒരുപക്ഷെ കോൺഗ്രസിനെയാവും. ജയറാം രമേശ് കഴിഞ്ഞ ദിവസം ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം കോൺഗ്രസ് ഇതിനോട് വളരെ കരുതലോടെയാണ് പ്രതികരിക്കുന്നത്. കാരണം ഇതൊരു പൊളിറ്റിക്കൽ അജണ്ടയായിട്ട് മുന്നോട്ട് വെച്ചാൽ അതിൻ്റെ രാഷ്ട്രീയ നഷ്ടം പേറേണ്ടി വരിക ഒരുപക്ഷെ കോൺഗ്രസ് ആയിരിക്കും കൂടുതലായിട്ടും. അതുകൊണ്ട് ആ ഒരു ജാഗ്രത കാട്ടൽ അവർക്കിടയിൽ പൊതുവിൽ ഉണ്ടാവുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് പ്രതിപക്ഷ നേതാവിനോട് ഇന്നും ആ ചോദ്യമുണ്ടായി. പക്ഷേ അദ്ദേഹം സ്ക്യൂട്ടാവുകയാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ കാര്യമായ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. അദ്ദേഹം ആ ചോദ്യത്തോട് പ്രതികരിച്ച രീതി ഒന്ന് കേൾക്കാം. ഞാനത് പരിശോധിച്ചിട്ട് അഭിപ്രായം പറയാം. യെസ്, അദ്ദേഹം പരിശോധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു നിലപാടാണോ പ്രതിപക്ഷ നേതാവ് എടുക്കേണ്ടിയിരുന്നത് എന്ന ഒരു കാര്യം കൂടി ഉയർന്നു വരികയാണ്. കാരണം അത് ഒരു വർഗീയ അജണ്ടയാണ് അതിന് പിന്നിൽ എന്ന തോന്നൽ കോൺഗ്രസിന് ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ട് എന്ന സംശയം സ്വാഭാവികമായും ഉയർന്നു വരും. അതുകൊണ്ട് ഒരു പക്ഷേ കൂടുതൽ കൃത്യതയുള്ള ഒരു മറുപടി കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ.
അത് എന്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാടിനൊപ്പം അവർ ഏതായാലും വർഗീയ അജണ്ടയാണെന്ന് നിലപാട് എടുത്തു കഴിഞ്ഞു, ആ നിലപാടിനൊപ്പം സംസ്ഥാന നേതൃത്വത്തിന് എത്താൻ കഴിയാതെ പോയത് എന്ന ചോദ്യമുണ്ട്. സ്വാഭാവികമാണ്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ എല്ലാം വളരെ കരുതലിൽ പ്രതികരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ആ ഒരു ജാഗ്രത കാട്ടിലാവാം ഒരുപക്ഷെ അവിടെ നടത്തിയിരിക്കുക. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വന്ദേമാതര രാഷ്ട്രീയം, വന്ദേമാതരം മുന്നോട്ട് വയ്ക്കുന്ന ആ തീരുമാനം അത് ബംഗാളിൽ മാത്രമല്ല അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുന്നത്, നമ്മുടെ കേരളത്തിലും വലിയ തരത്തിലുള്ള പ്രതിഫലനത്തിന് സാധ്യതയുണ്ട്. മുസ്ലിം സംഘടനകളുടെ ഒരു നീക്കം ഉണ്ടായിക്കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ കൂടുതൽ മേഖലകളിൽ നിന്നും പ്രതികരണം ഉണ്ടായേക്കാം. ഒപ്പം ഗവർണറൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയിൽ എന്ത് നിലപാട് എന്ന പ്രസക്തമായ മറ്റു ചോദ്യങ്ങളുമുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇതൊരു വലിയ വിവാദമായി പുതിയ ചർച്ചയായി ഉയർന്നു വരികയും ചെയ്യും. ഒപ്പം കോൺഗ്രസ് കൂടുതൽ ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ എടുക്കുമോ എന്നതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയും വരും. അയ്യപ്പ സംഗമം അടുത്ത പണിയാകുമോ? അത് ഒരു സ്വാഭാവികമായ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ചില പ്രസക്തിയുള്ള വശങ്ങൾ കൂടിയുണ്ട്. കാരണം ശബരിമല സ്വർണ്ണമോഷണ വിവാദമാണ്. ശബരിമല സ്വർണ്ണം നഷ്ടപ്പെട്ട വിവാദമാണ് സംസ്ഥാന സർക്കാരിന് 2 തെരഞ്ഞെടുപ്പുകളിൽ പണി കൊടുത്തത്. ഇടതുമുന്നണിക്ക്, CPM-ന് പണി കൊടുത്തത്. ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും ഇത് ബാധിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു വലിയ സബ്ജക്റ്റായി അവർ കരുതുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ ശബരിമലയിലെ നഷ്ടങ്ങളെയൊക്കെ നികത്താൻ വേണ്ടി കൊണ്ടുവന്ന അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം, അതായിരുന്നു ആ പ്രഖ്യാപനം. NSS-നെ SNDP ഒക്കെ അണിനിരത്തിക്കൊണ്ടുള്ള ആ ഒരു നീക്കം അത് പൊതുവിൽ നന്നായി ഗുണപ്പെട്ട് കാണും എന്ന് കരുതപ്പെട്ടെടുത്താണ് അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില കണക്കുകൾ വെല്ലുവിളി ഉണ്ടാക്കുന്നത്. ഈ കണക്കുകളിൽ ഒട്ടും ചേർന്ന് പോവാത്ത ചില കാര്യങ്ങളുണ്ട് എന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. സ്വാഭാവികമാണ്, കാര്യങ്ങൾ സർക്കാരിന് വിശദീകരിക്കേണ്ടി വരും. ഇപ്പോൾ ഈ വിവാദത്തിന് അടിസ്ഥാനമാവുന്ന ഒരു കാര്യം, ഇത് സംബന്ധിച്ച് കണക്കുകളിൽ കൃത്യത ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടാവുന്നു. ദേവസ്വം കമ്മീഷണർ റിപ്പോർട്ട് കൊടുക്കുന്നു. പക്ഷേ ആ റിപ്പോർട്ടിൽ നിരവധി അവ്യക്തതകളുണ്ട് എന്നതാണ്. അതിൻ്റെ പൂർണ്ണരൂപം പുറത്തു വരാനിരിക്കുന്നു. ഇല്ലാത്ത കാര്യങ്ങൾക്ക് ചെലവഴിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ കടന്നു വരുന്നുണ്ട്. പക്ഷേ ഇതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റായ PS പ്രശാന്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. കാരണം ഈ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ മുഴുവൻ അടിസ്ഥാനരഹിതം എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. ആഗോള അയ്യപ്പ സംഗമത്തിനായി ദേവസ്വം ബോർഡിൽ നിന്നും 1 രൂപ പോലും ചിലവഴിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അയ്യപ്പ സംഗമത്തിനായി ചിലവഴിച്ചത് 3 കോടി രൂപയാണ്. അതേസമയം 8 കോടി രൂപ ചിലവഴിക്കപ്പെട്ടു, ചിലവായി 8 കോടി വന്നു എന്നതാണ് വാർത്ത. അത് അദ്ദേഹം തള്ളുകയാണ്. 3 കോടി മാത്രമാണ് ചിലവ് വന്നത്. സ്പോൺസർഷിപ്പിലൂടെ 4 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വന്ന റിപ്പോർട്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ലെന്നുമാണ് അദ്ദേഹത്തിൻ്റെ ഒരു FB പുസ്തകത്തിലൂടെ, FB പേജിലൂടെ അദ്ദേഹം നടത്തുന്ന വിശദീകരണം. പക്ഷേ ആ വിശദീകരണം അത്ര കണ്ട് പൂർണ്ണമല്ല എന്നതാണ് വസ്തുത. അതിൽ അവ്യക്തതകളുള്ള നിരവധി കാര്യങ്ങളുണ്ട്. നമുക്കതിൻ്റെ വിശദാംശത്തിലേക്ക് വരാം. ഇതിനു മുമ്പായി ഇത് സംബന്ധിച്ച ചില പ്രതികരണങ്ങൾ കൂടി വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ആ പ്രതികരണത്തിലേക്ക് പോകാം. പ്രതിപക്ഷം അവർക്ക് മുന്നിലേക്ക് വരുന്ന ഒരു പുതിയ ആയുധമാണിത്. അതുകൊണ്ട് ഒന്നുകൂടി ശക്തമായി സർക്കാരിനെതിരെ പ്രയോഗിക്കുകയാണ് ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വിവാദം. കേൾക്കാം പ്രതിപക്ഷ നേതാവിന്റെ വാക്ക്. അയ്യപ്പ സംഗമം, അയ്യപ്പന്റെ പേരിലുള്ള മറ്റൊരു തട്ടിപ്പൂടി പുറത്തു വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പടം വെച്ച് കേരളം മുഴുവൻ ഹോർഡിങ്സും ബോർഡുകളും വെച്ച ഒരു കേസിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഹൈക്കോടതി മര്യാദയ്ക്ക് കണക്ക് തരണം എന്നും മാറ്റിക്കാണും. വലിയ വിശദമായ അന്വേഷണമാണ് നടക്കേണ്ടത്. മുഖ്യമന്ത്രിയും അതുപോലെ ദേവസ്വം മന്ത്രിയും മുൻകൈയെടുത്ത് നടത്തിയ പരിപാടിയിൽ കൊള്ള നടത്താൻ മടിയില്ലാത്ത ആളുകളാണ് കൂടെയുള്ളത്. ദേവസ്വം ബോർഡിന്റെ മറവിൽ നടത്തിയിരിക്കുന്ന, ദേവസ്വം വകുപ്പിന്റെ മറവിൽ നടത്തിയിരിക്കുന്ന ഈ കൊള്ളയെക്കുറിച്ച് ഹൈക്കോടതി ഗൗരവതരമായി അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരായി നടപടിയെടുക്കുന്നതാണ്. ഇത്രയും വലിയ വിവാദം വന്നിട്ടും ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഇത്രയും കോടി രൂപ കൊള്ളയടിച്ചു. അതിനുള്ള ധൈര്യം പോണ പോക്കിൽ എല്ലാം കാലിയാക്കിക്കൊണ്ട് എല്ലാം കൊള്ളയടിച്ചുകൊണ്ടുള്ള പോകുന്ന പോക്കാണ്. കിട്ടാവുന്നതെല്ലാം അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഞ്ച് ഡയലോഗാണ് VD സതീശൻ അടിക്കുന്നത്. കാരണം വലിയ സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ വിഷയമാണ് തുറന്നു കിട്ടുന്നത് ആഗോള അയ്യപ്പ സംഗമം. എന്തായാലും ഹൈക്കോടതിയുടെ പരിഗണനയിൽ അതുകൊണ്ട് വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട്. വലിയ രീതിയിൽ ഇല്ലാത്ത പരിപാടികൾ, അവിടെ ഒരിക്കലും നടക്കാത്ത പരിപാടികൾക്ക് പോലും പണം എഴുതി കളഞ്ഞു എന്ന ചില ഞെട്ടിക്കുന്ന കണക്കുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ വസ്തുത ഉണ്ടാവേണ്ടതുണ്ട്. PS പ്രശാന്ത് ഈ വിഷയത്തിൽ ചില കണക്കുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മാധ്യമങ്ങളിൽ വന്ന വാർത്തയല്ല ശരി, ഇതാ ഇങ്ങനെയാണ് കണക്കുകൾ എന്ന വാദമൊക്കെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ അതിൽ പോലുമുള്ള കണക്കുകളിൽ വലിയ പ്രശ്നങ്ങളുണ്ട്.
3 കോടിയാണെങ്കിലും 3 കോടിയും എന്തിന് ചെലവഴിച്ചു എന്ന ചോദ്യം അതിൽ ഉണ്ടാവുന്നുണ്ട്. എല്ലാം ഒരു സ്പോൺസർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് സ്പോൺസർ പണം മുടക്കി എന്ന വാദമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അതും എത്ര കണ്ട് ന്യായീകരണമെന്ന് സംശയമുണ്ട്. പബ്ലിസിറ്റിക്കും മറ്റും ചെലവഴിച്ച തുക കേട്ടാൽ ഞെട്ടിപ്പോവും പലപ്പോഴും. എന്തായാലും അതിൻ്റെ വസ്തുത പരിശോധിക്കപ്പെടേണ്ടതുണ്ട് കൂടുതൽ. എന്തായാലും ഹൈക്കോടതി ഇതിൽ ഇടപെടുമെന്ന് നമുക്ക് കരുതാം. വസ്തുത ആരുടെ കണക്കാണ് ശരി എന്നതിൽ ഒരു വസ്തുത തെളിയേണ്ടതുണ്ട്. ഇതിൽ CPM നേതൃത്വത്തോടും ഇന്ന് ചോദ്യമുണ്ടായിരുന്നു. രസകരമാണെന്ന് MV ഗോവിന്ദൻ ഈ വിഷയത്തിൽ പറഞ്ഞ മറുപടി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടി. പാർട്ടി ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വം പറയേണ്ട ആവശ്യമില്ല എന്ന കാര്യമാണ് ഇക്കാര്യത്തിൽ MV ഗോവിന്ദൻ പറഞ്ഞത്. ദേവസ്വം മന്ത്രിയും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. നമുക്ക് വേഗത്തിൽ ദേവസ്വം മന്ത്രി VN വാസവന്റെ കൂടി ആ പ്രതികരണം. സാമ്പത്തിക ഇടപാടുകളും കണക്കുകളും ഒന്നും കൈകാര്യം ചെയ്യാൻ ഗവൺമെന്റിന് അധികാരമില്ല, ചെയ്യേണ്ടത് ദേവസ്വം ബോർഡാണ്. അവർ വ്യക്തമായി അത് കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് നിങ്ങളെ ബോധ്യപ്പെടുന്ന രൂപത്തിൽ തന്നെ കൃത്യമായി കണക്ക് സമീപിച്ചാൽ. ഇപ്പോ എനിക്ക് ആകെ മറുപടി പറയേണ്ടി വന്നൊരു കാര്യം, നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദ്യം എഴുതി നിയമസഭയിൽ ഈ അവിടുന്ന് അഡ്വാൻസായി എടുത്ത പൈസ തിരിച്ചു കൊടുത്തോ? ഞങ്ങൾ എഴുതി ചോദിച്ചപ്പോൾ ഞാൻ കിട്ടിയ മറുപടി തിരിച്ചു കൊടുത്തു. 17/10/2025 ആ 3 കോടി തിരിച്ചു കൊടുത്തിട്ടുണ്ട് ദേവസ്വം ബോർഡ്. ബാക്കി സ്പോൺസർമാരുടെ പൈസ കൊണ്ട് മാത്രമാണ് കാര്യങ്ങൾ. എന്താണ് ചെലവ്, മറ്റു കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നത് ദേവസ്വം ബോർഡാണ്. അവരുമായി ബന്ധപ്പെട്ടാൽ മറ്റെല്ലാ കാര്യങ്ങളും കണക്ക് കൈകാര്യം ചെയ്യുന്നവരല്ലേ അതിന്റെ വിശദീകരണം തരുന്നത്. ആ കണക്ക് കൈകാര്യം ചെയ്ത് ഞാനെങ്ങനെയാണ് കാര്യം വിശദീകരിക്കുന്നത്? നമുക്ക് ചോദിക്കേണ്ട ഒരു സമയം വരുമ്പോൾ നമ്മൾ ചോദിക്കും, അത്രേ ഉള്ളൂ. അത്തരം അല്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കേണ്ടോ ഉണ്ടെങ്കിൽ അന്വേഷിക്കാൻ കോടതി പറഞ്ഞാൽ അന്വേഷിക്കും. കോടതിയാണ് ഇപ്പം ഞാൻ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവിട്ടു, മന്ത്രി യോഗം വിളിക്കാൻ പാടില്ല, പങ്കെടുക്കുന്ന നടത്താൻ പാടില്ല, മീഡിയയോട് കാര്യം വിശദീകരിക്കാൻ പാടില്ല. ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസാണ്. ഞാൻ അഭ്യർത്ഥിച്ചതിന്റെ കോടതിക്ക് ബഹുമാനപ്പെട്ട കോടതി എനിക്ക് അനുമതി തന്നു യോഗം വിളിക്കാനും പറ്റുക. അതിനുശേഷം ആ കാര്യങ്ങൾ കൃത്യമായി പങ്കിയേക്കണം. അപ്പൊ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ബോഡി കയറി അനിയന്ത്രമായി ഇടപെടാനോ ബിസിനസ് ഇടപെടാനോ ഒരു അധികാരമില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കൃത്യമായി അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞു. ഇതാണ് ദേവസ്വം മന്ത്രി VN വാസവൻ പ്രതികരിക്കുന്നത്. എന്തായാലും എല്ലാം ദേവസ്വം ബോർഡ് പറയട്ടെ എന്ന വാദമാണ് വെക്കുന്നത്. ഹൈക്കോടതിയുടെ മുന്നിലുണ്ട് ഫയല്. ഹൈക്കോടതി ആ ഫയല് സീൽഡ് കവറിലുള്ളത് പൊട്ടിക്കട്ടെ, വിശദാംശങ്ങൾ പുറത്തു വരട്ടെ. ഈ പുറത്തു വന്ന വാർത്തകൾ ശരിയെങ്കിൽ ഞെട്ടിക്കുന്ന കണക്കുകൾ തന്നെയാണ്. പക്ഷേ ഔദ്യോഗിക സ്ഥിരീകരണം ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങളും ആ കണക്കുകൾ അതേപടി ഏറ്റെടുക്കുന്നില്ല. പക്ഷേ ഞെട്ടിക്കുന്ന വാർത്തകളുടെ വസ്തുത കൂടി അറിയേണ്ടതുണ്ട്. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. സംസ്ഥാനത്ത് അവയവദാനത്തിൽ പുതുചരിത്രം. 10 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്തു. പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളുടെ മകൾ ആലിൻ ഷെറിൻ എബ്രാഹിമിന് മസ്തിഷ്ക മരണം സംഭവിച്ചിരുന്നു. 2 വൃക്കകൾ, കരൾ, ഹൃദയവാൽവ് എന്നിവയാണ് ദാനം ചെയ്തത്. ആജ്ഞ രവീന്ദ്രൻ നമുക്കൊപ്പമുണ്ട്. ആജ്ഞ, അവയവദാന രംഗത്ത് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളതാണ് കേരളം. പല അനുഭവങ്ങളുമുണ്ട്. അടുത്തിടെ അതിൻ്റെ തോത് ഇപ്പം കുറഞ്ഞു എന്ന് മാത്രം. എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? കുട്ടിയുടെ ഈ ദാതാക്കൾ ആരൊക്കെയായിരുന്നു? സജിത്ത്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് കുഞ്ഞിൻ്റെ കിഡ്നി എത്തിക്കുന്നത്. അതുപോലെ കരൾ കിംസ് ഹോസ്പിറ്റലിലേക്കും ശ്രീചിത്രയിലേക്ക് ഹൃദയവാൽവ് എത്തിക്കും. എന്തായാലും വൈകുന്നേരം 6:30 റോഡ് മാർഗമാണ് അമൃത ആശുപത്രിയിൽ നിന്നും കുഞ്ഞിൻ്റെ അവയവവുമായി പുറപ്പെടുക. 4 അവയവങ്ങളാണ് കേസോട്ടോ വഴിയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. 4 അവയവങ്ങളാണ് ദാനം ചെയ്തത്. കണ്ണ് നേത്രബാങ്കിൽ സൂക്ഷിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ഫെബ്രുവരി 5-നാണ് ആലിന് അപകടമുണ്ടായത്. ഈ MC റോഡിൽ വെച്ച് ആലിനും മാതാവും സഞ്ചരിച്ചിരുന്ന വാഹനത്തിലേക്ക് ഒരു വന്ന ഒരു വാഹനം വന്ന് ഇടിക്കുകയായിരുന്നു. അതേ തുടർന്ന് കുഞ്ഞിനെ തിരുവല്ലയിലും ചങ്ങനാശ്ശേരിയിലുമൊക്കെ ചികിത്സയ്ക്ക് എത്തിച്ച ശേഷം തീവ്ര പരിചരണ വിഭാഗത്തിൽ തന്നെ ആയിരുന്നു. അതിനുശേഷമാണ് അമൃത ഹോസ്പിറ്റലിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിയത്. എന്തായാലും ഡോക്ടർമാരുടെ തീവ്രമായ ശ്രമത്തിനൊടുവിൽ പോലും കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. അങ്ങനെ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. അതിനിടയിലും കുഞ്ഞിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ ഈ മാതാപിതാക്കൾ കാണിച്ച സന്നദ്ധതയെ അഭിനന്ദനാർഹമാണ് എന്ന് തന്നെ വേണം പറയാൻ. പ്രത്യേകിച്ചും സൂചിപ്പിച്ചതുപോലെ ചരിത്രം സൃഷ്ടിച്ച അവയവ ദാന
യഥാർത്ഥത്തിൽ ചരിത്രം സൃഷ്ടിച്ച ഇടത്തേക്ക് ഒരു 10 മാസം പ്രായമുള്ള കുഞ്ഞു കൂടി കടന്നു വരികയാണ്. ആലൻ ഷെറിൻ എബ്രഹാം എന്ന് പറയുന്ന ഈ കുഞ്ഞിൻ്റെ പേര് ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് എന്നുള്ള ഒരു പേര് കൂടി അതിനോടൊപ്പം ചേർക്കപ്പെടുകയാണ്. എന്തായാലും ഇന്ന് 6:30 മണിയോട് കൂടിയാണ് കുഞ്ഞിൻ്റെ അവയവങ്ങളുമായി തിരുവനന്തപുരത്തേക്ക് റോഡ് മാർഗം വാഹനം പുറപ്പെടുക എന്നാണ് അറിയുന്നത്. ഈ നിലവിൽ ഈ 2 വൃക്കകളും കരളും ഹൃദയവാൽവുമാണ് ദാനം ചെയ്യുന്നത്. കണ്ണുകൾ നേത്രബാങ്കിൽ സൂക്ഷിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സജിത്ത്, ഞാൻ ഒരു കാര്യം കൂടി, ഈ കുട്ടിയുടെ അപകടം സംഭവിക്കുന്നത് എങ്ങനെയായിരുന്നു, അതിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെയായിരുന്നു, എന്നായിരുന്നു അപകടം, ആശുപത്രിയിലെ അവസ്ഥയും ആ കുടുംബാംഗങ്ങളുടെ സാഹചര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? ഫെബ്രുവരി 5-ാം തീയതിയാണ് MC റോഡിൽ വെച്ചിട്ട് പള്ളത്ത് ബോർമ കവലയിൽ വെച്ചിട്ടുണ്ടായ അപകടത്തിലാണ് കുഞ്ഞിന് ഗുരുതരമായി പരുക്കേൽക്കുന്നത്. അത് കുഞ്ഞും അതിൻ്റെ മാതാവിൻ്റെ രക്ഷിതാക്കളും ആയിരുന്നു കാറിലുണ്ടായിരുന്നു. ഇവർ സഞ്ചരിച്ച കാറിലേക്ക് എതിർവാഹനത്ത് വശത്തു നിന്നും ഒരു വാഹനം വന്ന് ഇടിച്ചാണ് അപകടമുണ്ടായത്. കുഞ്ഞിനെ ഉടൻ തന്നെ തിരുവല്ലയിലും ചങ്ങനാശ്ശേരിയിലും ഒക്കെ എത്തിച്ചിരുന്നെങ്കിലും അവിടെ നിന്നും കൂടുതൽ ചികിത്സയ്ക്കായി അമൃതയിലേക്ക് എത്തുകയായിരുന്നു. കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്നാണ് ഇപ്പോൾ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതും. തുടർന്ന് ഡോക്ടർമാർ വളരെ വിദഗ്ധ ചികിത്സ കുഞ്ഞിന് നൽകിയെങ്കിലും പക്ഷേ ആലിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. അങ്ങനെ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് കുഞ്ഞിൻ്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. തുടർന്നാണ് മാതാപിതാക്കൾ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനെപ്പറ്റി ആലോചിച്ചതും. തുടർന്ന് ഈ സംസ്ഥാന സർക്കാർ വഴിയുള്ള പോർട്ടൽ വഴി തന്നെയാണ് അവയവങ്ങൾ ദാനം ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് കരൾ തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിലേക്കും ഹൃദയവാൽവ് ശ്രീചിത്രയിലേക്കും അതുപോലെ മെഡിക്കൽ കോളേജിലേക്ക് കുഞ്ഞിൻ്റെ കിഡ്നിയും എത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ കണ്ണുകൾ ദാനം ചെയ്തിട്ടില്ല, അത് നേത്രബാങ്കിൽ തന്നെ സൂക്ഷിക്കുമെന്നാണ് അറിയുന്നത്. യെസ്, എന്തായാലും സംസ്ഥാനത്തിൻ്റെ അവയവദാന ചരിത്രത്തിൽ ഒരു പുതുചരിത്രം എഴുതുകയാണ്. 10 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യുകയാണ്. എന്തായാലും അതിന് തയ്യാറായ കുടുംബാംഗങ്ങൾക്ക്, ആ മാതാപിതാക്കൾക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകണം നമുക്ക്. കാരണം ആ തീരുമാനം അവരെ സംബന്ധിച്ച് ഏറ്റവും വേദനയുള്ള ഒരു ഘട്ടത്തിൽ കൂടിയും ആ തീരുമാനമെടുക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നതാണ്. പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളുടെ മകൾ ആലിൻ ഷെറിൻ എബ്രഹാമാണ് ചരിത്രം. ഇടവേളയാണ് മടങ്ങിയത്. രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഒട്ടും കുറവില്ലാത്ത കേരളത്തിൽ പൊടുന്നനെ ഉയർന്നു വന്ന ഒരു വിഷയമാണ് ഇന്ന് രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രസ്താവന. പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട വിവാദം. പാഠപുസ്തകങ്ങൾ ഇത്ര നേരത്തെ എന്തിനു വിതരണം ചെയ്യുന്നു? അതായത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ വിതരണത്തിന് സജ്ജമാക്കി കഴിഞ്ഞു. ഇത്ര നേരത്തെ എന്തിനാണ് അത് വിതരണം ചെയ്യുന്നത്? പരീക്ഷ കഴിഞ്ഞ് കുട്ടികൾ ജയിച്ചോ തോറ്റോ എന്ന് അറിഞ്ഞിട്ട് പോരെ വിതരണം ചെയ്താൽ പോരെ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. എന്ത് ലോജിക്കലാണ് അദ്ദേഹം ആ ചോദ്യം ഉന്നയിച്ചതെന്ന് അറിയില്ല. എന്തായാലും അത് സംസ്ഥാനത്ത് വലിയ വിവാദമാവുന്ന സാഹചര്യമുണ്ടായി. കാരണം പാഠപുസ്തകങ്ങൾ മുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും അത് കൃത്യമായി വിതരണം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കടന്നത് അറിഞ്ഞില്ലേ എന്ന കൗണ്ടർ അടിച്ചുകൊണ്ട് ഭരണപക്ഷം അതിന് മറുപടി ചോദിക്കുന്നുണ്ട്. മന്ത്രി വി ശിവൻകുട്ടി, വിദ്യാഭ്യാസ മന്ത്രി, അതിൽ ഇടപെടുന്നു. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും UDFൻ്റെ കാലത്തെ ചില കാലഘട്ടങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷ നേതാവിനോടും ഇന്ന് ഈ ചോദ്യം ഉയർന്നിരുന്നു. കാരണം രമേശ് ചെന്നിത്തല നടത്തിയ നീക്കം അദ്ദേഹത്തിൻ്റെ നാവുപിഴയാണോ, എന്താണോ സംഭവിച്ചത്? എന്തായാലും ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവും വളരെ കരുതലോടുകൂടിയാണ് പ്രതികരിച്ചത്. തങ്ങളുടെ കാലഘട്ടത്തിലും പാഠപുസ്തകങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒരു തവണ മാത്രമാണ് മുടക്കം ഉണ്ടായത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. കേൾക്കാം ഇന്ന് ഈ വിവാദത്തിൽ സംഭവിച്ച ചില രാഷ്ട്രീയപരമായ കൊണ്ടും കൊടുത്തുമുള്ള ചില പ്രതികരണം. ക്ലാസ്സിലേക്ക് ജയിച്ചോ ഇല്ലയോ അറിയാതെയാണ് പാഠപുസ്തകം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി 9ാം ക്ലാസ്സിലേക്ക് ജയിച്ചെന്ന് തീരുമാനിച്ചിട്ടില്ലല്ലോ. അതൊക്കെ തീരുമാനിക്കുന്നത് ശിവകുട്ടിയാണോ തീരുമാനിക്കുന്നത്? പരീക്ഷ പേപ്പർ നോക്കണ്ടേ അവരെ? 10ലെ കുട്ടി ജയിച്ചല്ലേ 11 പോകാൻ പറ്റുമോ? അവർക്ക് 10ലെ പുസ്തകം കൊടുത്തിട്ട് കാര്യമോ? എന്തെല്ലാം തുകൾക്ക് പരിഷ്കാരങ്ങളാണ് ആളുകളെ ബോധ്യപ്പെടുത്താൻ. ഞങ്ങൾ പുസ്തകം നേരത്തെ അടിച്ചത് പുസ്തകം ടെക്സ്റ്റ് ബുക്ക് പ്രിന്റ് നമ്മുടെ തൃക്കാക്കരയിൽ പുസ്തകം അവിടെ അടിക്കുന്നതാണ്. അതെന്താ വലിയ ഭരണ നേട്ടമാണ്. കേരളത്തിൽ നേരത്തെ പുസ്തകം കൊടുത്തിട്ടില്ല, ആദ്യമായിട്ടാണ് പുസ്തകം കൊടുത്തത്. പണ്ടൊക്കെ എഴുത്തോലയിലായിരുന്നു കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നത്. സാധാരണഗതിയിൽ മുൻപ് പരീക്ഷയ്ക്ക് പുസ്തകം കിട്ടാത്തതുകൊണ്ട് പാഠപുസ്തകത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിച്ച ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കുന്നു. 2016 മുമ്പുള്ള ഒരു കാലഘട്ടത്തെ പറ്റിയാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അങ്ങനെ 2016 അതിനൊക്കെ തന്നെ നേതൃത്വം കൊടുത്ത ഒരു മഹാൻ
ഇന്ന് പറയുകയാണ്, ഇന്ന് നമ്മുടെ കേരളത്തിലെ 43 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് 3 മാസങ്ങൾക്ക് മുമ്പ് പാഠപുസ്തകം കൊടുത്ത് യൂണിഫോം കൊടുത്ത് ചരിത്രം സൃഷ്ടിച്ച ആ സംഭവം ഒട്ടും ഇഷ്ടപ്പെടാതെ ഒരു മകാൻ പറയുകയാണ്, ഈ കേരളത്തിലെ പാവപ്പെട്ട കുട്ടികളുടെ ഭാവിക്ക് നേരെയുള്ള ഒരു പോർവിളി നടത്തിയിരിക്കുകയാണ്. സർക്കാർ വിദ്യാലയങ്ങളെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുമ്പോൾ അതിനെ തുഗ്ലക് പരിഷ്കാരം എന്ന് വിളിക്കുവാൻ ഒരു നേതാവ് ഇന്നിപ്പോൾ തയ്യാറായിരിക്കുന്നു എന്നുള്ളത് ഞാൻ നമ്മുടെ കുട്ടികളെ അറിയിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. പാഠപുസ്തകങ്ങൾ നേരത്തെ എത്തിക്കുന്നത് കുറ്റമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികളുടെ കയ്യിൽ പുസ്തകവും യൂണിഫോം എത്തിക്കുന്നത് ഭരണപരമായ മികവാണ്. അല്ലാതെ പഴയ കാലഘട്ടത്തെ പോലെ ഓണം കഴിഞ്ഞിട്ടും പുസ്തകത്തിനായി കുട്ടികളെ തെരുവിൽ കാത്തു നിൽക്കുന്ന അനുഭവം ഉണ്ടാകാതിരിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. 2016 തൊട്ട് മുൻപുള്ള കാലമാണ്. ആ കാലത്ത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാഠപുസ്തകങ്ങൾ കൃത്യമായി ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ജൂണിൽ സ്കൂൾ തുറന്നു, അപ്പോഴില്ല. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ അങ്ങനെ പോവുകയാണ് മാസങ്ങൾ. അപ്പോഴൊന്നും പാഠപുസ്തകം എത്തുന്നില്ല. അപ്പോഴാണ് നമ്മുടെ അധ്യാപകര് വല്ലാതെ പ്രയാസപ്പെടുകയുള്ളൂ. കുട്ടികൾക്ക് പാഠപുസ്തകമില്ലാതെ. നല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അധ്യാപകര് കണ്ടെത്തിയൊരു വഴിയാണ് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കുട്ടികൾക്ക് കൊടുക്കുക, പാഠഭാഗങ്ങളുടെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുക്കുക. ഒരു പ്രാവശ്യത്തെ ആണ് UDF ഭരണകാലത്ത് പാഠപുസ്തകത്തിൻ്റെ ഒരു ഡിലേ വന്നത്. അത് അതിൻ്റെ ഓർഡർ കൊടുക്കുന്നത് സംഭവമായിട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ്. പിന്നെ അത് ഊതി വീർപ്പിച്ച് UDF ഭരിച്ച 5 കൊല്ലവും ഫോട്ടോസ്റ്റാറ്റ് എടുത്താണ് പഠിച്ചതെന്നൊക്കെ അതൊക്കെ പ്രചരണത്തിന് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. ഒരു പ്രാവശ്യം വൈകി. അത് പണ്ട് മുതലേ കൊടുത്തുകൊണ്ടിരിക്കുന്ന പാഠപുസ്തകം പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളത് ക്രെഡിറ്റായിട്ട് എടുക്കണ്ട. കൊടുത്ത നല്ല കാര്യം, ഞാൻ അതിനെ വിമർശിക്കൊന്നുമില്ല. യെസ്, എന്തായാലും ഇതാണ് ഈ പാഠപുസ്തക വിഷയത്തിൽ സംഭവിക്കുന്നത്. നേരത്തെ പാഠപുസ്തകം വിതരണം ചെയ്യുന്നതും തെറ്റാണോ എന്ന സ്വാഭാവിക സംശയം വരും. എന്തായാലും നമ്മുടെ കുട്ടികൾ അവർ പഠിക്കണം, അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവണം. വിദ്യാഭ്യാസ രംഗത്ത് നല്ല മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. നല്ലതിനെ നല്ലതെന്ന് കാണാനും എതിർക്കപ്പെടേണ്ടതിനെ എതിർക്കാനും ജാഗ്രത കാട്ടുന്നതിലാണ് നമുക്ക് മുന്നോട്ട് പോകാനാവുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ അത്തരമൊരു നാവുപിഴ ബോധപൂർവമോ അല്ലാതെയോ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് രമേശ് ചെന്നിത്തല. എന്തുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു ജാഗ്രത കാട്ടാതിരുന്നത് എന്നതുകൂടി ഒരു പ്രസക്തമായ കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം, UDF സർക്കാരിൻ്റെ കാലത്തെ ചില കണക്കെടുപ്പുകളും ഇടതുപക്ഷത്തിൻ്റെ കാലത്തെ ചില കണക്കെടുപ്പുകളും ആ താരതമ്യം ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു സമൂഹ മാധ്യമങ്ങളിൽ. വരും ദിവസങ്ങളിൽ ആ വിവാദങ്ങൾ തുടരുമെന്നതാണ്. എന്തായാലും പാഠപുസ്തകം ഒരു രാഷ്ട്രീയ വിഷയമായി കഴിഞ്ഞു. ആ രാഷ്ട്രീയം നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൂടി ഉയർന്നു വരുമെന്നതാണ് ഇനി ഉള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാനാവുന്നത്. നമ്മൾ ഇനി പോകുന്നത്, ഇന്ന് രാജ്യം ചില സുപ്രധാനമായ കരാറുകളിൽ ഏർപ്പെടുകയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഒരു പ്രധാനപ്പെട്ട സൈനിക ശക്തിയാണ്. ആ സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. മറ്റു പല കാരണങ്ങളുണ്ട് സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിന്. മാറുന്ന ലോക സാഹചര്യങ്ങൾ, നമ്മുടെ അതിർത്തി രാജ്യങ്ങളുമായുള്ള സംഘർഷ സാധ്യതകൾ, ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് സൈനിക ശക്തി ബലപ്പെടുത്താൻ നമ്മുടെ രാജ്യം ഒരുങ്ങുകയാണ്. ഫ്രാൻസുമായി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പ്രതിരോധ കരാർ ഒപ്പിടാൻ ഇന്ത്യ ഒരുങ്ങിക്കഴിഞ്ഞു. വ്യോമസേനയ്ക്കായി 114 റഫാൽ യുദ്ധവിമാനങ്ങളും നാവികസേനയ്ക്കായി 6 P-8 പട്രോൾ വിമാനങ്ങളും വാങ്ങും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലാണ് ഇതിന് അംഗീകാരം നൽകിക്കഴിഞ്ഞത്. അങ്ങനെയെങ്കിൽ അടുത്ത ദിവസങ്ങൾ ഈ കരാർ യാഥാർത്ഥ്യമാകും. മാറുന്ന ലോകക്രമത്തിൽ സുരക്ഷാ ഭീഷണികൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യ ഫ്രാൻസുമായി കരാറിൽ ഏർപ്പെടാൻ പോകുന്നത്.
അമേരിക്ക ഇന്ത്യക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുകയും അധിക തീരുവ ചുമത്തുകയും ചെയ്തിരുന്നു. ആ സമയത്ത് പാകിസ്ഥാൻ അമേരിക്കയുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയും പാക് പ്രധാനമന്ത്രി പലപ്പോഴായി അമേരിക്കൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ചകളും ചർച്ചകളും നടത്തുകയും ചെയ്തിരുന്നു. പാക് സംയുക്ത സൈനിക മേധാവി അസീം മുനീർ പാകിസ്ഥാനിൽ നിന്ന് അമേരിക്കയിൽ എത്തി കൂടിക്കാഴ്ചകൾ നടത്തി. അതുമാത്രവുമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൊബേൽ സമ്മാനത്തിനു വേണ്ടിയുള്ള ശുപാർശ ചെയ്യുകയും ചെയ്ത പശ്ചാത്തലമുണ്ടായിരുന്നു. അവിടെയാണ് ഇന്ത്യ അതിശക്തമായ ഒരു നയതന്ത്രം മുന്നോട്ട് വെച്ചത്. യൂറോപ്യൻ യൂണിയനുമായി കരാറിൽ ഏർപ്പെടുകയും ചെയ്തത്. പിന്നീട് അമേരിക്ക ഇന്ത്യക്ക് മേൽ അധിക സമ്മർദ്ദത്തിന് നിന്നില്ല എന്നത് മാത്രവുമല്ല, വ്യാപാര കരാറിൽ ഏർപ്പെടുകയും ചെയ്തു. അവിടെ ഇന്ത്യക്ക് കൂടുതൽ അനുകൂലമാകുന്ന തരത്തിലേക്ക് ആ കരാറിനെ മാറ്റിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ആണ് റഷ്യ കൂടുതൽ പാകിസ്ഥാനോട് അടുക്കുന്ന പശ്ചാത്തലം ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നടന്ന സ്ഫോടന പരമ്പരകളെ അടക്കം റഷ്യ അപലപിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. അപ്പോൾ പാകിസ്ഥാൻ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും മറ്റു ലോകരാഷ്ട്രങ്ങളുമായി സൗഹൃദത്തിൽ ഏർപ്പെടുകയും അതിന് ഇന്ത്യക്ക് മുകളിൽ ഭീഷണി സൃഷ്ടിക്കുകയും ചെയ്യുവാനുള്ള സാധ്യത ഇന്ത്യ തള്ളിക്കളയുന്നില്ല എന്നതാണ്. മറ്റൊന്ന് ബംഗ്ലാദേശിലെ ഭരണമാറ്റം എന്നതാണ്. ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്തതിനു ശേഷം ഇടക്കാല സർക്കാർ തന്നെ ഷെയ്ഖ് ഹസീനയെ തിരികെ ആവശ്യപ്പെട്ട പശ്ചാത്തലമുണ്ട്. പക്ഷേ ഹസീനയെ ഇന്ത്യ വിട്ടു നൽകിയിട്ടില്ല. ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് ബംഗ്ലാദേശുമായി ഏറ്റവും മികച്ച സൗഹൃദമാണ് ഇന്ത്യ പുലർത്തിയിരുന്നത് എങ്കിൽ ബംഗ്ലാദേശിൽ ഭരണമാറ്റം ഉണ്ടാകുന്നു. BNP അധികാരത്തിൽ ഏറുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു സൗഹൃദം തുടരാൻ പറ്റുമോ എന്ന സംശയം ഇന്ത്യക്കുണ്ട്. മറ്റൊന്ന് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടമാണ്. ഇപ്പോൾ ഇന്ത്യയുമായി മികച്ച സൗഹൃദമാണ് പുലർത്തുന്നത് എങ്കിൽ പോലും അഫ്ഗാനിസ്ഥാൻ തന്റെ നിലപാടുകളിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റം വരുത്തിയേക്കാം. നേപ്പാളും ഭൂട്ടാനും ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളും ഇന്ത്യയുമായുള്ള സൗഹൃദത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാറുണ്ട്. ഇന്ത്യയുമായുള്ള അയൽ രാജ്യങ്ങളുടെ സൗഹൃദം, അതോടൊപ്പം തന്നെ അയൽ രാജ്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മറ്റേതെങ്കിലും രാജ്യത്ത് നിന്നുള്ള ഭീഷണി, ഇവയെ നേരിടുന്നതിനു വേണ്ടിയാണ് ഇന്ത്യയുടെ സൈനിക കരുത്ത് വർദ്ധിപ്പിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൗൺസിൽ യോഗം റഫാൽ ഉൾപ്പെടെ 3.6 ലക്ഷം കോടിയുടെ പ്രതിരോധ ഇടപാടുകൾക്ക് അനുമതി നൽകിയത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അടുത്ത ദിവസം ആണ് ഇന്ത്യ സന്ദർശിക്കാൻ എത്തുന്നത്. ഇതോടുകൂടി ഈ കരാറിന് അന്തിമ രൂപം ആവുകയും ചെയ്യും. വ്യോമസേനയുടെ മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ റഫാൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വാങ്ങുന്നത്. ഇതോടെ ഫ്രാൻസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റഫാൽ യുദ്ധവിമാനങ്ങൾ ഉള്ള വ്യോമസേന എന്നത് ഇന്ത്യക്ക് സ്വന്തമാകും. നിലവിൽ 36 റഫാൽ യുദ്ധവിമാനങ്ങളാണ് നമ്മുടെ വ്യോമസേനയ്ക്ക് ഉള്ളത്. കരാറിന്റെ ഭാഗമായി ഇന്ത്യയിൽ 96 വിമാനങ്ങൾ ആണ് നിർമ്മിക്കാൻ പോകുന്നത്. അതായത് ഇന്ത്യ തദ്ദേശീയമായി ഇന്ത്യയിൽ തന്നെയായിരിക്കും 96 വിമാനങ്ങൾ നിർമ്മിച്ചെടുക്കുക. 18 എണ്ണം ഫ്രാൻസിൽ നിർമ്മിച്ച് ഇന്ത്യക്ക് കൈമാറുകയും ചെയ്യും. ബാക്കിയുള്ള വിമാനങ്ങൾ ആണ് തദ്ദേശീയമായി നിർമ്മിക്കാൻ പോകുന്നത്. ഇതിനായി ഇന്ത്യയിലെ സ്വകാര്യ കമ്പനികളുമായി ദസോ ഏവിയേഷൻ സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. സിംഗിൾ സീറ്റ് വിമാനങ്ങളുടെ എണ്ണം എന്നത് 88ഉം ട്വിൻ സീറ്റ് വിമാനങ്ങളുടെ എണ്ണം 26ഉം എന്നതാണ്. കരാറിന്റെ ഉള്ളടക്കത്തിലേക്ക് വിശദമായി കടക്കുമ്പോൾ കോംബാറ്റ് മിസൈലുകളും എയർഷിപ്പ് ബേസ്ഡ് ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്യൂഡോ സാറ്റലൈറ്റുകളും കരാറിന്റെ ഭാഗമായി വാങ്ങും. കരസേനയ്ക്കായി വൈഭവ് ആന്റി ടാങ്ക് മൈനുകൾ വാങ്ങിക്കും. അതോടൊപ്പം തന്നെ ആർമേഡ് റിക്കവറി വെഹിക്കിൾ പ്ലാറ്റ്ഫോമുകൾ, T-72 ടാങ്കുകൾ, ഇൻഫൻട്രി യുദ്ധവിമാനങ്ങൾ എന്നിവയും അഴിച്ചുപണിക്കുള്ള കരാറിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. ആർമേഡ് റിക്കവറി വെഹിക്കിൾ പ്ലാറ്റ്ഫോമുകൾ, T-72 ടാങ്കുകൾ, ഇൻഫൻട്രി യുദ്ധവിമാനങ്ങൾ എന്നിവയും ഈ കരാറിന്റെ ഭാഗമാണ്. നാവികസേനയ്ക്കായി 4 മെഗാവാട്ട് മറൈൻ ഗ്യാസ് ടർബൈൻ അധിഷ്ഠിത ഇലക്ട്രിക് പവർ ജനറേറ്റർ വാങ്ങുന്നുണ്ട്. അമേരിക്കയുടെ P-81 ലോങ് റേഞ്ച് മാരിടൈം റിക്കണൈസൻസ് എയർക്രാഫ്റ്റ് വാങ്ങുവാനും ധാരണയായിട്ടുണ്ട്. ഇതിനുവേണ്ടി 28,000 കോടി രൂപയാണ് ചെലവഴിക്കുക. തീരസംരക്ഷണ സേനയ്ക്കായി ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് സിസ്റ്റം ഫോർ ഡ്രോണിയർ എയർക്രാഫ്റ്റ് വാങ്ങുന്നതിന് ധാരണയാകുന്നു. തീരസംരക്ഷണ സേനയ്ക്കായി 8 ഡോണിയർ വിമാനങ്ങൾ ആണ് സേന വാങ്ങുന്നത്. ഇതിനായി പൊതുമേഖലാ എയ്റോസ്പേസ് കമ്പനിയായ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡുമായി 2,312 കോടി രൂപയുടെ കരാർ ആണ് ഒപ്പുവെക്കുന്നത്. ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ എന്നീ കേന്ദ്ര സർക്കാർ പദ്ധതികളെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ കരാറിന്റെ ലക്ഷ്യം. തീർന്നില്ല. നമ്മൾ ഏറ്റവും അധികം തുക പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കുന്ന ഒരു ബജറ്റാണ് ഇന്ത്യ. ലോകരാജ്യങ്ങളിൽ ഈ തരത്തിൽ ബജറ്റ് നീക്കിവെപ്പിൽ ഇന്ത്യ 4ാം സ്ഥാനത്തുണ്ട്. നിലവിൽ നമുക്ക് 36 റഫാൽ യുദ്ധവിമാനങ്ങളുണ്ട്. പിന്നെ എന്തിനാണ് ഇനിയും ഇത്രയധികം വിമാനങ്ങൾ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരും. അതിനൊരു കാരണമുണ്ട്. കാണാം.
ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയ കരാറിൽ ആണ് രാജ്യം ഒപ്പുവെക്കാൻ പോകുന്നത്. 3.6 ലക്ഷം കോടി രൂപയുടെ കരാറിന്റെ ഭാഗമായി 114 റഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ സ്വന്തമാക്കും. അതോടൊപ്പം അനുബന്ധ സൗകര്യങ്ങളും ഇന്ത്യക്ക് ഈ ഉടമ്പടിയുടെ ഭാഗമായി ലഭിക്കും. ഇന്ത്യയുടെ ആകാശക്കരുത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന റഫേൽ യുദ്ധവിമാനങ്ങൾ നിലവിൽ 36 എണ്ണമാണ് രാജ്യത്ത് ഉള്ളത്. ഈ പട്ടികയിലേക്കാണ് 114 റഫേൽ യുദ്ധവിമാനങ്ങൾ കൂടി കടന്നുവരുന്നത്. ഇന്ത്യയുടെ ആകാശപാതകളിൽ സുരക്ഷ ഒരുക്കുന്ന മറ്റ് നിരവധിയായ യുദ്ധവിമാനങ്ങൾ ഉണ്ട്. സുഖോയ്, ജാഗ്വാർ, ഇന്ത്യ തന്നെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത തേജസ് യുദ്ധവിമാനങ്ങൾ ഈ പട്ടികയിൽ വരുന്ന യുദ്ധവിമാനങ്ങളാണ്. എന്തിനാണ് ഇന്ത്യ വീണ്ടും ഒരു കരാറിൽ ഏർപ്പെടുന്നത് എന്നതാണ് നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. നിലവിൽ രാജ്യത്തിൻ്റെ സൈനിക കരുത്ത് പരിശോധിക്കുമ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും വലിയ സൈനിക കരുത്തുകളിൽ ഒന്നായി ഇന്ത്യ മാറിയിട്ടുണ്ട് എന്ന് മാത്രവുമല്ല, പ്രതിരോധ മേഖലയിൽ ഏറ്റവും കൂടുതൽ തുക ചിലവാക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇപ്പോൾ ഇന്ത്യ 4ാം സ്ഥാനത്ത് ആണ് ഉള്ളത്. ഇത് 2023 ആണ് ഇന്ത്യ ഇത്തരം ഒരു നേട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇന്ത്യ ഇത്രയും വലിയ തുക പ്രതിരോധ മേഖലയിലേക്ക് മാറ്റിവെക്കുന്നത്? അതിലേക്ക് വിശദമായി കടക്കുമ്പോൾ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഭീഷണിയാണ് ഇത്തരത്തിലുള്ള കരാറുകളിൽ ഇന്ത്യ ഏർപ്പെടാൻ കാരണം എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ചൈനയിൽ നിന്ന് ഉണ്ടാകുന്ന ഭീഷണിയാണ്. 1960 മുതൽ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്നതാണ്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ അടക്കം ചൈനയിൽ നിന്ന് ഉണ്ടായ കടന്നുകയറ്റം വലിയ തോതിൽ പ്രതിപക്ഷം ആയുധമാക്കിയ സാഹചര്യമുണ്ടാകുന്നു. ഇന്ത്യയുടെ മുൻ കരസേനാ മേധാവിയായിട്ടുള്ള MM നരവനെയുടെ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചത്. 2020 ഗാൽവായ് തായ്വരയിൽ അടക്കം ഉണ്ടായിട്ടുള്ള ചൈനയിൽ നിന്നുള്ള കടന്നാക്രമണങ്ങൾ വലിയ തോതിൽ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു പക്ഷേ ഇനിയും ചൈനയുടെ ഭാഗത്ത് നിന്ന് അത്തരം കടന്നുകയറ്റങ്ങളും ആക്രമണ സാധ്യതകളും ഇന്ത്യ തള്ളിക്കളയുന്നില്ല. ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ പലയിടത്തായി ഇപ്പോൾ ചൈന നിരവധിയായ ടെന്റുകൾ സ്ഥാപിക്കുന്നു എന്നതാണ് വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു പക്ഷേ ആയുധശാലകൾ പോലും ഇത്തരത്തിൽ ചൈന ഈ ഭാഗങ്ങളിൽ നിർമ്മിച്ചിട്ടുണ്ടാകാം എന്നതാണ്. ചൈനയുടെ പ്രത്യേക സ്വഭാവം നമുക്കറിയാം. ചൈനയുടെ ആയുധ കരുത്തെന്ത്, ആണവശേഷി എന്ത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും പുറം ലോകത്തിന് അവ്യക്തത നിലനിൽക്കുമ്പോൾ അവിടെ ഏറ്റവും അധികം ആക്രമണ സാധ്യതയുള്ള രാജ്യമായി ഇന്ത്യ മാറുന്നു എന്നതാണ് ഈ കരാറിൽ ഏർപ്പെടാൻ ഒരു കാരണം. മറ്റൊന്ന് പാകിസ്ഥാൻ ആണ്. പാകിസ്ഥാനിൽ നിന്ന് നിരന്തരമായ സംഘർഷം എപ്പോഴും ഇന്ത്യക്ക് ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ പഹൽഗാം ഭീകര ആക്രമണം അടക്കം അതിന് ഉദാഹരണമാണ്. പഹൽഗാം ഭീകര ആക്രമണത്തിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ആയിരുന്നു മറുപടി നൽകിയത്. അന്ന് പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങളെ ആണ് ഇന്ത്യ പ്രധാനമായും ലക്ഷ്യം വെച്ചത്. തീവ്രവാദ കേന്ദ്രങ്ങൾ വലിയ തോതിൽ ആക്രമിക്കപ്പെട്ടു എന്ന് തീവ്രവാദികൾ തന്നെ വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിൽ അതിനുള്ള തിരിച്ചടിക്കുള്ള തയ്യാറെടുപ്പ് പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ സൈനിക സഹായത്തോടു കൂടിയാണ് ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ പ്രതിരോധിക്കുക എന്നത് മാത്രവുമല്ല ഇന്ത്യയുടെ ഉത്തരവാദിത്വം, മറിച്ച് പാകിസ്ഥാനിലെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. ഉദാഹരണത്തിന് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ട്രേഡ് വാർ നിലനിന്നിരുന്ന പശ്ചാത്തലം, ഇന്ത്യക്ക് മേൽ അമേരിക്ക അധിക നികുതി ഏർപ്പെടുത്തിയ ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നിരന്തരമായി അമേരിക്കയുമായി ആശയവിനിമയം നടത്തിയിരുന്നു. പാകിസ്ഥാനിലെ സൈനിക മേധാവിയായിട്ടുള്ള അസീം മുനീർ അമേരിക്കയിൽ തന്നെ നേരിട്ട് എത്തി ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. ഡൊണാൾഡ് ട്രംപിന് സമാധാന പുരസ്കാരം നൊബേൽ നൽകാനുള്ള ശുപാർശയടക്കം നടത്തി. അപ്പോൾ ഇന്ത്യയുമായി ഏതൊക്കെ രാജ്യങ്ങൾ അഭിപ്രായ ഭിന്നതയിലേക്ക് പോകുന്നുവോ അവിടെയെല്ലാം ആ രാജ്യവുമായി കൂടുതൽ സൗഹൃദം പുലർത്താൻ പാകിസ്ഥാൻ ശ്രമിക്കാറുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് ആ നയതന്ത്രത്തെ ഇന്ത്യ ഇപ്പോൾ പൊളിച്ചെടുക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. അപ്പോൾ പോലും റഷ്യയുമായി കൂടുതൽ അടുപ്പം പുലർത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രവുമല്ല, ഒരു പക്ഷേ ഇന്ത്യ റഷ്യ സഹകരണം ദുർബലപ്പെടുന്നുവെങ്കിൽ പാകിസ്ഥാനുമായി കൂടുതൽ സഹകരണത്തിൽ റഷ്യ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. റഷ്യ ഈ ആണവായുധ നിർമ്മാണ രംഗത്തും ആയുധ രംഗത്തുമൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഒരു പക്ഷേ പാകിസ്ഥാന് റഷ്യയിൽ നിന്നുള്ള സഹായങ്ങൾ ഉണ്ടാകാം. അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ ഒരു കരാറിന്റെ ഭാഗമാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുള്ള ഭരണമാറ്റം എന്നതാണ്. ബംഗ്ലാദേശിലെ ജൻസി പ്രക്ഷോഭത്തെ തുടർന്നാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടതായി വന്നത്. ഷെയ്ഖ് ഹസീന ഇപ്പോൾ അഭയം പ്രാപിച്ചിട്ടുള്ളത് ഇന്ത്യയിലാണ്. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ തന്നെ
കുറ്റവാളിയായിട്ടുള്ള ഷെയ്ഖ് ഹസീനയെ തിരികെ നൽകണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ ഇപ്പോഴും തിരികെ നൽകിയിട്ടില്ല. ഇതാ ബംഗ്ലാദേശിൽ ഒരു തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. അവിടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധികാരത്തിൽ ഏറാൻ പോവുകയാണ്. അവിടെയാണ് പുതിയ ഭരണകൂടം, അതായത് നേരത്തെ തന്നെ ബീഗം ഖാലിദാസിയ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ പോലും ഇന്ത്യയുമായി ഒരു മികച്ച സൗഹൃദം ആയിരുന്നില്ല പുലർത്തിയത്. ഷെയ്ഖ് ഹസീന മാറി ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിന്റെ പ്രധാന എതിരാളിയായിട്ടുള്ള BNP അധികാരത്തിൽ വരികയും അവിടെ പ്രതിപക്ഷത്ത് ജമാഅത്തെ ഇസ്ലാമി എത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ബംഗ്ലാദേശിൽ നിന്ന് കൂടുതൽ ശക്തി ആർജിക്കാനുള്ള സാധ്യതയാണ് ഇന്ത്യ മുന്നിൽ കാണുന്നത്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ത്യ ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ കരാറുകളിൽ ഏർപ്പെടുന്നത്. ഒപ്പം നേപ്പാൾ, ഭൂട്ടാൻ അടക്കമുള്ള ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുമായുള്ള സൗഹൃദം, ഈ രണ്ട് രാഷ്ട്രങ്ങളും ഇന്ത്യയെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ പോലും ആ രാജ്യത്തെ മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ പലപ്പോഴും ഇന്ത്യയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. കാരണം ഈ രണ്ട് രാജ്യങ്ങളുമായി ഇന്ത്യ അതിർത്തി പങ്കിടുന്നു എന്നുള്ളതാണ്. ഈ രാജ്യങ്ങൾ നേരിട്ടല്ല എങ്കിൽ പോലും ഈ രാജ്യങ്ങളെ കേന്ദ്രമാക്കിക്കൊണ്ട് മറ്റ് രാജ്യങ്ങൾ ഒരുപക്ഷെ ഇന്ത്യയിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ ആക്രമിക്കാനുള്ള സാധ്യതയോ നമുക്ക് തള്ളിക്കളയാനില്ല. മറ്റൊന്ന് അഫ്ഗാനിസ്ഥാൻ ആണ്. അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ ഉള്ളത് താലിബാൻ ഭരണകൂടമാണ്. താലിബാൻ ഭരണകൂടം വലിയ തോതിൽ വിമർശനം അഫ്ഗാനിസ്ഥാനിൽ നേരിടുന്ന സാഹചര്യമുണ്ട് എങ്കിലും ഇന്ത്യയുമായി മികച്ച സഹകരണം ആണ് താലിബാൻ ഇപ്പോൾ നടത്തുന്നത്. പക്ഷേ ആ രാഷ്ട്രീയ പശ്ചാത്തലവും ഏത് ഘട്ടത്തിലും മാറിപ്പോകാം എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ അയൽ രാജ്യങ്ങൾ ഏത് നിമിഷവും ഇന്ത്യക്ക് ഭീഷണിയാകാവുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ പ്രതിരോധ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത്. അതാണ് പ്രതിരോധ രംഗത്ത് എന്തുകൊണ്ട് ഇന്ത്യ കൂടുതൽ ശക്തിപ്പെടുന്നു, എന്തുകൊണ്ട് ശക്തിപ്പെടുത്താനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം ഇതാണ്. തന്ത്രപ്രധാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ് നമ്മുടെ രാജ്യം. സങ്കീർണമായ അയൽ ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ കൂടുതൽ റഫാൽ യുദ്ധവിമാനങ്ങളടക്കം വാങ്ങാനുള്ള നീക്കങ്ങളുമായി പോകുന്നത് എന്നതാണ് സാഹചര്യം. ഇന്ന് നമ്മൾ പരിശോധിച്ചത് ഇന്ന് പകൽ ദിനത്തിൽ നമ്മൾ കണ്ട വാർത്തകളുടെ ചില പൊതുചിത്രങ്ങളാണ്. എന്തായാലും ഈ വാർത്തകളുടെ തുടർച്ചകളും നാളെ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഇന്ന് വൈകുന്നേരം ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.